എന്നോട് ഫാദർ പറയുന്നു കുറച്ച് കടമൊക്കെ എടുക്കുക, അങ്ങനെയാകുമ്പോൾ നമുക്ക് പണിയെടുക്കാനൊക്കെ കുറച്ചുകൂടി താല്പര്യം തോന്നും. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മിക്കവാറും വീട് എടുക്കാനായിട്ട് നമ്മൾ ഒരു 10 വർഷം അല്ലെങ്കിൽ 20 വർഷത്തെ ലോൺ ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഫ്ലോട്ടിങ് എടുക്കണതന്നെ നല്ലത്. അപ്പോൾ ലോൺ അടച്ച് നമ്മളോട് ഒരു 10 വർഷം 20 വർഷം കഴിയുമ്പോൾ ലോൺ അടച്ച് കഴിയും നമ്മുടെ 0 ബാലൻസ്. സൈഡ് ഇൻകം ജനറേറ്റ് ചെയ്യുമ്പോൾ മെയിൻ ജോലിയിലുള്ള ശ്രദ്ധ കുറയാണ്ടിരിക്കുക, എന്നിട്ട് അവസാനം ആ കമ്പനിയിൽ പുറത്താക്കരുത് ഈ പറഞ്ഞ സാധനം. അല്ലാന്നുണ്ടെങ്കിൽ ഈ സൈഡ് ഇൻകം ആ വലിയ ജോലിനേക്കാളും കൂടുതലുണ്ടാകാനുള്ള കഴിവുണ്ടാവണം. നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ ഏറ്റവും കുറഞ്ഞ റേറ്റ് എവിടെ കിട്ടും, ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ലോൺ എടുക്കാന്ന് പറയുന്നത് നമ്മൾ നോക്കേണ്ട കാര്യം. ഈ ലോൺ എടുത്തു കഴിയുമ്പോൾ നമുക്ക് EMI അടയ്ക്കാനുള്ള കഴിവ് നമുക്കുണ്ട്. ഈ EMI വരുന്നത് നമ്മുടെ ഇൻകമായിട്ട് റേഷ്യോ നോക്കുമ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാനേജ് ചെയ്യണേക്കാളും കൂടുതലാണോ, അത് കംഫർട്ട് ലെവലിലാണോ? ഒരിക്കലും ഒരു 50% EMI ഇൻകത്തിൻ്റെ വരുത്താതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ എന്ത് പ്രശ്നത്തിൽ പെട്ടു കഴിഞ്ഞാലും നമുക്കറിയണം എത്രമാത്രം പ്രശ്നത്തിൽ നമ്മൾ പെട്ടിരിക്കണം എന്നുള്ളത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കുഴി ചാടിയെന്ന് ചെയ്യും, അറ്റ്ലീസ്റ്റ് നമുക്കറിയണം കുഴിയുടെ ആഴത്തിനുള്ളത്. എല്ലാവർക്കും നമസ്കാരം. ദൈനംദിന ജീവിതത്തിൽ സാമ്പത്തിക അച്ചടക്കം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ബാങ്കിൽ ലോൺ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതിനകത്തൊക്കെയുള്ള ചതിക്കുഴികൾ എന്നീ വിഷയത്തിലൊക്കെ സംസാരിക്കാൻ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പെൻഡാഡ് CEO നിഖിൽ ഗോപാലകൃഷ്ണൻ സാറാണ്. നമസ്കാരം സാർ. ഈ നമ്മൾ ബാങ്കിൽ ഇപ്പോൾ ലോൺ എടുക്കാൻ പോവുകയാണെങ്കിൽ പലിശ നിരക്കിൽ കുറവ് വരുത്താൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? പലിശ നിരക്കിൽ കുറവ് വരാനായിട്ട് നമുക്ക് ഒന്ന് നാഷണലൈസ്ഡ് ബാങ്കിൽ പോയിട്ട് ലോൺ എടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ സിബിൽ സ്കോർ നന്നായിരിക്കണം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളതിൽ നല്ല റേറ്റ് നമുക്ക് കിട്ടും. പലപ്പോഴും നമ്മൾ ലോൺ എടുക്കുമ്പോൾ ഇപ്പോൾ കൂടുതലും കണ്ടുവരുന്നത് കൺവീനിയൻസ് നോക്കിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് കിട്ടാം എന്നുള്ള രീതിയിൽ പോയിട്ട് ലോൺ എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ആ ബാങ്കിൽ നിന്ന് ചിലപ്പോൾ ലോണിൻ്റെ ഇൻട്രസ്റ്റ് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ 1-2 ബാങ്കിൽ പോയിട്ട് തിരക്കുക, അതിൽ ഒരു ബാങ്ക് നാഷണലൈസ്ഡ് ബാങ്കിൽ പോയിട്ട് നോക്കുക. ഇപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉള്ളതിൽ ഏതാണോ ബെറ്റർ ഉള്ളത് അവിടെ പോയിട്ട് ലോൺ എടുക്കുക എന്ന് പറയുന്നതിൽ നോക്കേണ്ടത്. ഒരിക്കലും നമ്മൾ ഈ ബാങ്കിനായിട്ട് അസോസിയേറ്റ് ചെയ്യേണ്ടത് കുറേ നാളായിട്ട് എന്ന് പറഞ്ഞിട്ട് ആ ബാങ്കിൽ നിന്ന് മാത്രമായിട്ട് ലോൺ എടുക്കണത് അവോയ്ഡ് ചെയ്യുക. ഓൾവേസ് ഒരു 2-3 ബാങ്കിൽ ചെക്ക് ചെയ്യുക. ആ ബാങ്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇത് നാഷണലൈസ്ഡ് ബാങ്കാണോ പ്രൈവറ്റ് ബാങ്കാണോ. ഇപ്പോൾ പലപ്പോഴും സാധാരണക്കാർ കുറേ പേര് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നൊക്കെ പോയിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ലോൺ എടുക്കും, അല്ലെങ്കിൽ ഒത്തിരി ഇപ്പോൾ ഫിൻടെക് ലോൺ എടുക്കേണ്ടത് അതിലൊക്കെ ക്ലിയർ നോ ആണ്. ഇപ്പോൾ ഓൺലൈൻ ആപ്പിൽ കൂടെ ലോൺ എടുക്കുന്നതൊക്കെ അത് ഭയങ്കരമായിട്ട് നോ തന്നെയാണ് പറയാനുള്ളത്. പിന്നെ ഇവൻ ചില ടൈമിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ലോണുകൾ അതൊന്നും എടുക്കാണ്ടിരിക്കുക. നമ്മൾ ക്രെഡിറ്റ് കാർഡ് വലിയ എമൗണ്ടൊക്കെ പേ ചെയ്ത് തരുമ്പോൾ നമ്മൾ വിളിക്കാറില്ലേ EMI ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത്, അതിൽ പോകാണ്ടിരിക്കുക. എസ്പെഷ്യലി പേഴ്സണൽ ലോൺ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതെപ്പോഴും നമ്മൾ പേഴ്സണൽ ലോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലോൺ എപ്പോഴും എടുക്കേണ്ട ഒരു സാഹചര്യം ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാലറി ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്ത് വയ്ക്കുക. എന്നിട്ട് ആ ക്രെഡിറ്റ് കാർഡ് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാനായിട്ട് പഠിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു 40 ദിവസത്തേക്കൊക്കെ ക്രെഡിറ്റ് മതി എന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് മാനേജ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പലിശ കൊടുക്കാതെ ലോൺ ഉപയോഗിക്കാൻ പറ്റും. ഇനി അതല്ല കുറച്ച് കാലത്തേക്ക് വേണം എന്നുള്ളെങ്കിലാണ് പേഴ്സണൽ ലോണിലേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നത്. ആ സമയത്തും നമുക്ക് നമ്മുടെ അടുത്ത് വല്ല ഗോൾഡോ വല്ലതും ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ അത് മാനേജ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ഗോൾഡ് ലോണും പേഴ്സണൽ ലോണിനേക്കാളും കുറവായിരിക്കും ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. ഇപ്പം സാർ ഇപ്പം പറഞ്ഞല്ലോ സിബിൽ സ്കോർ നന്നായി വെക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഞാനൊക്കെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയിട്ടുള്ള കാര്യം ലോൺ എടുക്കാത്തത് കൊണ്ട് സിബിൽ സ്കോറേ ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ കുറേ അധികം ആളുകളുണ്ടാവും. ഇപ്പോൾ എഡ്യൂക്കേഷൻ ലോൺ ഇല്ല, മറ്റു ലോണുകളില്ല, ബാധ്യതകളില്ലാത്തത് കൊണ്ട് നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടാവില്ല. അപ്പം ഇത്തരത്തിൽ ഉള്ള ആളുകൾ സിബിൽ സ്കോർ കൂട്ടാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എനിക്കിത് ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ അല്ല, ഒരു ബാങ്കിങ് പ്രൊഫഷണലിൻ്റെ ഒരു അഭിപ്രായമല്ല പറഞ്ഞത്. പക്ഷേ എനിക്ക് വളരെ ഈസി ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യം പ്രാക്ടിക്കലി പറയുന്നുണ്ടെങ്കിൽ ഒരു ഗോൾഡ് ഉണ്ടെങ്കിൽ ഗോൾഡ് ലോൺ എടുക്കുക, എന്നിട്ട് കൃത്യമായിട്ട് അടയ്ക്കണം കാണിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ സിബിൽ സ്കോർ അതിനർത്ഥം നമ്മുടെ തിരിച്ചടയ്ക്കാനുള്ള ഹാബിറ്റ് നല്ലതാണെന്ന് കാണിക്കാൻ പറ്റും. ഓക്കെ, അതായത് ഇപ്പം എനിക്കൊരു ലോൺ ആവശ്യം വന്നൊരു ഗോൾഡ് വെക്കുക, എന്നിട്ട് ഞാൻ കൃത്യമായി അടയ്ക്കുക, അതിന് ശേഷം എൻ്റെ സിബിൽ സ്കോർ കൂടും. അത് അങ്ങനെയാണെങ്കിൽ സിബിൽ സ്കോർ അതിനർത്ഥം ഇയാൾക്ക് ലോൺ എടുത്തിട്ടുണ്ട്, ലോൺ അടയ്ക്കാനുള്ള ശീലവും ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് ബാങ്കിനെ സംബന്ധിച്ച്. അതുപോലെ നമ്മളിപ്പോൾ ലോൺ എടുക്കുമ്പോൾ സാർ പറഞ്ഞല്ലോ ഗോൾഡ് വെച്ചിട്ട് എടുക്കുന്നതാണോ പേഴ്സണൽ ലോൺ എടുക്കുന്നതാണോ ഏറ്റവും നല്ലതായിട്ടുള്ളൊരു തീരുമാനം? വേഗം പണം കിട്ടാൻ നമുക്ക് വേഗം കിട്ടാനായിട്ടാണെങ്കിൽ ഒറ്റയടിക്ക് എനിക്കൊരു ഗോൾഡ് ലോൺ ആണ് തോന്നുന്നത് നല്ലത്. ഗോൾഡ് ലോൺ എങ്കിൽ പിന്നെ ഉള്ളതിൽ അവർക്ക് ഗ്യാരണ്ടിയൊക്കെ തന്നെ അവർക്കറിയാലോ ഗോൾഡ് കയ്യിലിരിക്കണം, അപ്പോൾ അതിൻ്റെ പേരിൽ കറക്റ്റായിട്ട് കിട്ടും. പേഴ്സണൽ ലോണിനേക്കാൾ ഇൻട്രസ്റ്റ് റേറ്റും കുറവായിട്ട് തോന്നിയിട്ടുള്ളത് ഗോൾഡ് ലോൺ തന്നെയാണ്.
സാർ പേഴ്സണൽ ഫിനാൻസ് കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ചിലർ പറയും സ്വർണം വിൽക്കുന്നതാണ് നല്ലതെന്ന്, ചിലർ പറയും സ്വർണം പണയം വെക്കുന്നതാണ് നല്ലതെന്ന്. സാറിൻ്റെ അഭിപ്രായത്തിൽ ഏതാണ് നല്ലത്? ഓക്കെ, ഇതിൽ രണ്ടും നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് നമ്മുടെ ഒരു റിക്വയർമെൻ്റ് അനുസരിച്ചാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ പണം അടയ്ക്കാനുള്ള പൈസ നമ്മുടെ അടുത്തില്ല. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു പറമ്പ് വാങ്ങണം, ഒരു 20 ലക്ഷം രൂപ വേണം. അപ്പോൾ വേറെ പൈസയൊക്കെ ഉണ്ട്, 20 ലക്ഷം രൂപ വേണം. അപ്പോൾ നമുക്ക് 20 ലക്ഷം അടയ്ക്കാനായിട്ടൊരു നിവൃത്തി നമ്മുടെ അടുത്തില്ല. അങ്ങനെയാണെങ്കിൽ ഗോൾഡ് പണയം വെച്ചിട്ട് പിന്നെ വീട്ടാന്ന് പറയണേക്കാളും നല്ലത് ഗോൾഡ് വിൽക്കണ തന്നെയാണ്. എന്നിട്ട് കൈകാര്യം ചെയ്യാം. കാരണം വെച്ചാൽ ഒരു 10% വരെ ഇൻട്രസ്റ്റ്. അപ്പോൾ നമുക്ക് അടുത്തൊരു 3 വർഷത്തേക്ക് അടയ്ക്കാനുള്ള ഒരു ചുറ്റുപാട് നമുക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലോൺ എടുത്തു കഴിഞ്ഞാൽ 10% എന്ന് പറഞ്ഞാൽ ഒരു വർഷം 2 ലക്ഷം രൂപയായി. അങ്ങനെ 3 വർഷം എന്ന് വെച്ചാൽ 6 ലക്ഷം രൂപയായി. അപ്പോൾ ഈ 6 ലക്ഷം രൂപ എവിടെ നിന്ന് ഉണ്ടാക്കുന്നു ഇപ്പോൾ യാതൊരു ഐഡിയ ഇല്ലെങ്കിൽ എന്തിനാ പണിക്ക് നിൽക്കുന്നത്? വിറ്റാ പോരെ, റിസ്ക് എടുക്കണ്ട. കാരണം ഇനി നമുക്ക് തിരിച്ച് അടയ്ക്കാനുള്ളൊരു കഴിവ് നമുക്ക് ഉണ്ട്. ആ ഗോൾഡ് ഇമോഷണലി നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ഗോൾഡാണ്. അങ്ങനെ ഗോൾഡ് ലോൺ എടുത്തോളൂ, അല്ലെങ്കിൽ വിൽക്കാൻ. പിന്നെ പലപ്പോഴും എല്ലാവർക്കും ഒരു ചോദ്യമാണ്, ഈ ഗോൾഡ് ഇനി വാങ്ങാൻ പറ്റില്ല. അതൊന്നും ഒരു കാര്യമൊന്നുമില്ല. കാരണം നമുക്ക് ആ ഗോൾഡ് തന്നെ വേണം. അതിന് പകരം ഈ ഗോൾഡിൻ്റെ ഒരു മ്യൂച്വൽ ഫണ്ടിൽ SIP തുടങ്ങിയാൽ പോരെ, എന്നിട്ട് അത് റിക്കവർ ചെയ്തെടുത്താൽ പോരെ. അങ്ങനെ ഇവൻ ഞാൻ ഓഫീസിൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ അവരുടെ പോർട്ട്ഫോളിയോ ചിലപ്പോൾ 1 കോടി 2 കോടിയൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ അവർക്ക് പെട്ടെന്നൊരു വീട് വാങ്ങണം, 50 ലക്ഷം വേണം. അപ്പോൾ അവർ ചോദിക്കണ കാര്യം വെച്ചാൽ ലോൺ എടുക്കണോ ഇപ്പോഴത്തെ പോർട്ട്ഫോളിയോ കൂട്ടിക്കണോ. അപ്പോൾ ഞാൻ പൊതുവെ പറഞ്ഞാൽ നിങ്ങൾ പോർട്ട്ഫോളിയോ എടുത്തോളൂ, 50 ലക്ഷം എടുത്തോളൂ. എന്നിട്ട് വിചാരിക്കേണ്ട കാര്യം വെച്ചാൽ ആ 50 ലക്ഷം നിങ്ങൾ ലോൺ എടുത്തില്ലെങ്കിൽ എത്ര രൂപ EMI അടയ്ക്ക് വരുന്നു. ആ EMI SIP ആയിട്ട് ചേർന്നിട്ട് ഈ 50 ലക്ഷം എടുത്ത് തിരിച്ച് ആക്കാനായിട്ട്. അപ്പോൾ അതിലും മാത്തമാറ്റിക്കലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കറക്റ്റ് ആവണമെന്നില്ല. കാരണം 50 ലക്ഷം എടുത്ത് വെച്ചിട്ട് മാർക്കറ്റ് ഒറ്റയടിക്ക് ഒരു 30% കയറി. അങ്ങനെയെങ്കിൽ 50 ലക്ഷത്തിന് 30% കയറും. ആ റിസ്ക് അവിടെ ഉണ്ട്. പക്ഷേ സ്റ്റിൽ മനസ്സമാനമുണ്ട്. കാരണം അപ്പോൾ ഇതിൻ്റെ ലോജിക്ക് ഇത്രേ ഉള്ളൂ. കാരണം 50 ലക്ഷം രൂപ എടുത്തു, എന്നിട്ട് 50 ലക്ഷം ലോണായിട്ട് കണ്ടു. എന്നിട്ട് ഇപ്പോൾ എന്നോട് പല നമ്മുടെ കസ്റ്റമേഴ്സും പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ നിങ്ങളുടെ നിന്ന് അവരുടെ പൈസ എടുത്തെന്ന് പറയില്ല, ഞാൻ നിങ്ങളുടെ നിന്ന് പൈസ എടുത്തു, ആ പൈസ തിരിച്ചടയ്ക്കാതെ. കാരണം അവർക്ക് ആ റെസ്പെക്റ്റ് ഉണ്ട്. കാരണം അവർ ഒരിക്കലും വിചാരിച്ചിട്ടില്ല 1 കോടി 2 കോടി പോർട്ട്ഫോളിയോ ആക്കുന്നുള്ളത്. അപ്പോൾ അവർ ആക്കി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ കാര്യം വെച്ചാൽ ഇത് ഇവിടെ വന്ന് ഈ ഒരു അച്ചടക്കം കിട്ടിയതിൻ്റെ പേര് മാത്രം ആക്കിയതാണ്. അപ്പോൾ ആ അച്ചടക്കം കളയാൻ അവർക്ക് താല്പര്യമില്ല. പിന്നെ ചില ടൈമിലൊക്കെ അവർ ഈ പർച്ചേസ് ഡിസിഷൻ എടുക്കുന്നത് ഭയങ്കര ക്ലിയർ ആയിരിക്കും. കാരണം വെച്ചാൽ അവർ പറഞ്ഞാൽ വെച്ചാൽ ഈ പറഞ്ഞ പൈസ എത്തിക്കാണ്ട് ഞങ്ങൾ കഷ്ടപ്പെട്ടതാണ്, ഇത് കളയാൻ അവർക്ക് താല്പര്യമില്ല. അപ്പോൾ അതാ പൈസ എടുത്തിട്ട് എന്തെങ്കിലും വാങ്ങാനോ വല്ലതും ആണെന്നുണ്ടെങ്കിൽ ആ പൈസ തിരിച്ചെത്തിക്കും എന്നുള്ളൊരു വാശിയിലായിരിക്കും ഇവർ എടുക്കുന്നത്. ഇതെല്ലാം സൈക്കോളജിയാണ്, അല്ലെങ്കിൽ ഇതെല്ലാം മനസ്സിൻ്റെ ഒരു കളിയാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് അപ്പോൾ ലോൺ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം പറഞ്ഞു കേൾക്കുന്നത് വീട് വാങ്ങുക അല്ലെങ്കിൽ വീട് വെക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു 30 വയസ്സുള്ള ഒരാളൊക്കെ ആണെങ്കിലും കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ആദ്യം വീട് വെച്ച് മാറുന്നതിനെക്കുറിച്ച്, വീട് വാങ്ങുന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കണം. ഇങ്ങനെ വീട് വാങ്ങുന്ന സമയത്ത് ബാങ്കിൽ ലോൺ എടുക്കാൻ പോകുമ്പം അവർക്ക് ഫിക്സഡ് പലിശയാണോ ഫ്ലോട്ടിംഗ് പലിശയാണോ കൂടുതൽ സെലക്ട് ചെയ്യേണ്ടത്? ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മിക്കവാറും വീട് എടുക്കാനായിട്ട് നമ്മൾ ഒരു 10 വർഷം അല്ലെങ്കിൽ 20 വർഷത്തെ ലോണായിരിക്കും എടുക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഫ്ലോട്ടിംഗ് എടുക്കണതന്നെ നല്ലത്. കാരണം ഇനി ഗവൺമെൻറ്റിൻ്റെ പോളിസി അനുസരിച്ച് ഇനിയും ലോൺ കുറയാനേ ചാൻസ് ഉള്ളൂ. ഇതൊരു ഡെവലപ്പിംഗ് നാഷനാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയാനേ ചാൻസ് ഉള്ളൂ ഇപ്പോഴത്തെ ഇത് കാണുമ്പോൾ. അപ്പോൾ 10 വർഷത്തേക്ക് 20 വർഷം മിക്കവാറും 20 വർഷത്തേക്ക് കിട്ടുന്നത്. അപ്പോൾ 20 വർഷത്തേക്കാണെങ്കിൽ ഫ്ലോട്ടിംഗ് റേറ്റ് ആണെന്നുണ്ടെങ്കിൽ മിക്കവാറും അത് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഫ്ലോട്ടിംഗ് എടുക്കണം, ഫിക്സഡിനേക്കാളും നല്ലത് ഫ്ലോട്ടിംഗ് എടുക്കണമായിരിക്കും നല്ലത്. അതുപോലെ ഒരു എപ്പോഴും എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറഞ്ഞിട്ടാ. കാരണം ഇപ്പോഴത്തെ ഒരു 20 വർഷം കണ്ടിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ എപ്പോഴും നമുക്കിനി ഒരു 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 എന്താ പറയുക, ഒരു പൊളിറ്റിക്കലി കറക്റ്റായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇനി 3 വർഷം കൊണ്ടാണ് തീർക്കണമെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയാൻ ചാൻസ് ഉണ്ടോ കൂടാൻ ചാൻസ് ഉണ്ടോ ഇതൊക്കെ നോക്കാൻ സാധാരണക്കാരൻ അറിയില്ല. അപ്പോൾ നല്ലത് ഹോം ലോണാണ് എസ്പെഷ്യലി എന്നുണ്ടെങ്കിൽ, ലോങ് ടൈം ഗോൾ ആണെന്നുണ്ടെങ്കിൽ, ലോങ് ടൈം ലോൺ തിരിച്ചടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലോട്ടിംഗ് എടുക്കണേ നല്ലത്. നമ്മൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും പറയുന്നതാണ്, ഇപ്പോൾ ഒരു 20 വർഷത്തെ ലോൺ ആണെങ്കിൽ ഈ 12 മാസം ഒരു EMI എക്സ്ട്രാ അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം നല്ല ലോൺ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. അതൊരു നല്ല ഡിസിഷനാണോ? അതോ ഈ എക്സ്ട്രാ EMI അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വരുന്ന അധികം തുക ഈ ട്രഡീഷണൽ രീതിയിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലോ SIPയിലോ ഇട്ട് അത് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ നല്ലത്? എനിക്ക് എപ്പോഴും ഒരു ഹൈബ്രിഡ് ആയിട്ട് എനിക്ക് തോന്നുള്ളൂ. രണ്ടും ചെയ്യണം എന്നുള്ളതാണ്. ഞാൻ അങ്ങനെയാണ് എപ്പോഴും ഹോം ലോൺ എടുക്കുന്ന ടൈമിൽ നമ്മൾ മിക്കവാറും ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഹോം ലോൺ എടുക്കുന്നത്. നമ്മൾ ഇപ്പോഴത്തെ സാലറി അനുസരിച്ചായിരിക്കും ഹോം ലോൺ എടുക്കുന്നത്.
അപ്പോൾ ഇപ്പോഴത്തെ സാലറി അനുസരിച്ച് നമ്മൾ വിചാരിക്കും ഓക്കെ എനിക്കിപ്പോൾ ഒരു 30,000 രൂപ ലോൺ അടയ്ക്കാനുള്ള കഴിവുണ്ട്, ഞാൻ എടുക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ലോൺ എടുക്കുമ്പോൾ തന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നമുക്ക് അടുത്ത വർഷം ശമ്പളം കൊടുത്തിട്ടുണ്ടോ. അപ്പോൾ ഈവൻ ഈ ലോൺ ഉണ്ടെങ്കിൽ നിങ്ങൾ ശമ്പളം കൂട്ടാനുള്ള ഒരു പണിയെടുത്തിട്ട് ശമ്പളം കൂട്ടണം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 10% വെച്ചിട്ട് കൂട്ടിയടയ്ക്കുക എല്ലാ മാസവും, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ബോണസ് കിട്ടില്ല, അത് വെച്ചിട്ട് ഒരു എക്സ്ട്രാ EMI അടയ്ക്കുക. അതോടൊപ്പം തന്നെ ഒരു 10% EMI എത്രയാണ് അടയ്ക്കുന്നത് അതിൻ്റെ 10% എന്നുള്ള രീതിയിൽ ഒരു SIP തുടങ്ങാം. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കൊടുക്കും. അപ്പോൾ ഇവിടുത്തെ ഒരു കണക്ക് ഇത്രേ ഉള്ളൂ, 20 വർഷത്തെ ലോണാണെങ്കിൽ ഏകദേശം 240 മാസം അടയ്ക്കണം, തവണ അടയ്ക്കണം, അതാണ് ടെന്യൂർ അല്ലേ. അപ്പോൾ എല്ലാ വർഷവും ഒരു EMI എക്സ്ട്രാ അടയ്ക്കണമെങ്കിൽ തന്നെ ഏകദേശം ഒരു 40ഓളം തവണ നമുക്ക് കുറഞ്ഞു കിട്ടും ഈ പറഞ്ഞ ഒരു സിറ്റുവേഷൻ. ഇനി അതല്ല ഒറ്റയടിക്ക് ഒരു മാസത്തെ ലോണ് എല്ലാ വർഷവും കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു പേടിയുള്ള ആൾക്കാരാണെങ്കിൽ 10% വെച്ച് കൂട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഇനീഷ്യലി നടക്കുമ്പോൾ ഹോം ലോണിൻ്റെ അറിയാലോ, നമ്മൾ EMI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ വർഷങ്ങളിൽ എസ്പെഷ്യലി ഫസ്റ്റ് 10 വർഷം ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പിളിലേക്ക് വളരെ കുറച്ചേ പോകുന്നുള്ളൂ, എല്ലാവരും പോണത് ഇൻട്രസ്റ്റിലേക്കാണ് പോണത്. അപ്പോൾ ഫസ്റ്റ് 10 വർഷം അടച്ചു കഴിയുമ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുതലിൻ്റെ 25% കുറഞ്ഞിട്ടുണ്ടാവുള്ളൂ, ബാക്കി 75% തീരുന്ന നെക്സ്റ്റ് 10 വർഷം. അപ്പോൾ ആ ഫസ്റ്റ് വർഷങ്ങളിൽ എത്ര എക്സ്ട്രാ അടയ്ക്കുന്നു അത് പ്രിൻസിപ്പിളിലേക്കാണ് പോണത്. അപ്പോൾ ഇവൻ 1 രൂപ അടച്ചാൽ പോലും ആ 1 രൂപ പ്രിൻസിപ്പിളിൽ നിന്ന് കുറയും. അപ്പോൾ എപ്പോഴൊക്കെയാണ് നമുക്ക് ഈ പറഞ്ഞ എക്സ്ട്രാ പൈസ ഉണ്ടാകുമ്പോൾ ഡെഫിനറ്റ്ലി കുറച്ച് പൈസ മുതലിലേക്ക് അടയ്ക്കുക, പ്രിൻസിപ്പിളിലേക്ക് അടയ്ക്കുക. അതേമാതിരി പാരലലി ഒരു SIP റൺ ചെയ്യുക. ഈ SIP റൺ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ചാൽ എന്തുകൊണ്ട് SIP ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഞാനൊരു മ്യൂച്വൽ ഫണ്ടുകാരനായ എൻ്റെ പേരിലോ അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് ബ്രോക്കറായ എൻ്റെ പേരിൽ പറഞ്ഞതല്ല. ഇതിൽ നമ്മൾ ലോണൊക്കെ അടച്ചു കഴിയും. അപ്പോൾ ലോൺ അടച്ച് നമ്മളൊരു 10 വർഷം 20 വർഷം കഴിയുമ്പോൾ ലോൺ അടച്ചു കഴിയും, നമ്മുടെ 0 ബാലൻസ്. അതിന് പകരം ആ ടൈമിൽ നമ്മൾ ഈ ഒരു SIP ഒക്കെ അടയ്ക്കണമെങ്കിൽ ലോൺ അടയ്ക്കുന്നതോടൊപ്പം ഒരു വെൽത്തും ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇത് പലപ്പോഴും നമ്മളുടെ ചിന്താഗതികളും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ താല്പര്യം എല്ലാവരും നമ്മുടെ വെൽത്ത് അനുസരിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് 0 ബാലൻസ് ഉള്ള ടൈമിൽ നമ്മൾ തിങ്ക് ചെയ്യണതും 1 കോടി രൂപ വെൽത്തുള്ള ടൈമിൽ തിങ്ക് ചെയ്യണം രണ്ടും രണ്ടാണ്. അപ്പോൾ ലോൺ അടച്ചു കഴിഞ്ഞിട്ടും 0 വെൽത്ത് ആണെന്നുണ്ടെങ്കിൽ ലോൺ അടച്ചു കഴിഞ്ഞാലും വീട് നമ്മൾ താമസിക്കുന്ന വീട്ടിൽ നമുക്ക് അതിനെ ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് കൂട്ടാൻ പറ്റത്തില്ല, അത് എക്സ്പെൻസ് തന്നെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഷർട്ടും നമ്മുടെ അസറ്റായിട്ട് കൂട്ടാം. ഷർട്ട് വിൽക്കാൻ പറ്റില്ലല്ലോ, വീട് നമുക്ക് വിൽക്കാൻ പറ്റുന്ന ഒരു സാധനത്തിലാണല്ലോ അസറ്റിൽ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ, അല്ല അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ, പക്ഷെ വീട് വിറ്റിട്ട് നമ്മൾ എവിടെ പോയി താമസിക്കും? അല്ല, അതൊരു വലിയ ചോദ്യമാണ്. ഇപ്പോൾ സാർ ഇപ്പം സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞല്ലോ, നമ്മൾ പണിയെടുത്ത് എക്സ്ട്രാ നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അത് ഇങ്ങോട്ട് കൂട്ടി അടയ്ക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് അല്ലെങ്കിൽ ചില സ്ഥാപനങ്ങളിൽ വർഷത്തിലൊരു ഇൻക്രിമെൻറ്റ് വരുന്നത് 1000, 1500 ചിലപ്പോൾ രൂപയായിരിക്കും. അതിൽ തന്നെ പല പിടുത്തങ്ങളും കഴിഞ്ഞിട്ടോ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടോ ഒരു സാധാരണക്കാരൻ്റെ ഒരു സാലറി സ്ലിപ്പിലുള്ള ഹൈക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പം നമ്മളൊരു സൈഡായിട്ട് വേറൊരു ഇൻകം കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണോ നമ്മുടെ ഒരു വെൽത്ത് കൂടുതൽ ഉയർന്നു വരാൻ വേണ്ടിയിട്ട്? അല്ല, ഇത് ശരിക്കും അയാൾ ഇൻകം കൂട്ടണമെന്നുള്ളൂ, അത് സൈഡായിട്ടാണോ ആ കമ്പനി നിന്നാണെന്നുള്ളത് ആ വ്യക്തി തീരുമാനിക്കാം. അതെ, നമുക്ക് ഒരു സൈഡ് ഇൻകം ജനറേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് എത്രത്തോളം ഗുണകരമാണ്? അതൊരു ഡൈവേഴ്സിഫിക്കേഷൻ കിട്ടല്ലേ. അപ്പോൾ ഇതിൽ 1-2 കാര്യമുണ്ട്. സൈഡ് ഇൻകം ജനറേറ്റ് ചെയ്യുമ്പോൾ മെയിൻ ജോലിയിലുള്ള ശ്രദ്ധ കുറയാണ്ടിരിക്കുക, എന്നിട്ട് അവസാനം ആ കമ്പനിയിൽ നിന്ന് പുറത്താക്കരുത് ഈ പറഞ്ഞ സാധനം. അല്ലാന്നുണ്ടെങ്കിൽ ഈ സൈഡ് ഇൻകം ആ വലിയ ജോലിനേക്കാളും കൂടുതലുണ്ടാകാനുള്ള കഴിവുണ്ടാവണം. ഈ ഒരു ബാലൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. കാരണം ഇപ്പോൾ നമുക്കിപ്പോൾ ഒത്തിരി ഇപ്പം നമ്മുടെ ഫീൽഡിൽ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് എല്ലാവരും പറയും നിങ്ങൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യൂ, ജോലി പോകും, അതിൻ്റെ പേരിൽ ഇതിൽ നിന്ന് ഇൻകം ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്ന പറയും. നമ്മൾ ഈ ട്രേഡിങ്ങിലൊക്കെ താല്പര്യം വന്ന് ചെയ്യേണ്ട ജോലിയിലുള്ള ആത്മാർത്ഥത കുറയും, പ്രൊഡക്ടിവിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ ആ ജോലിയിൽ നിന്ന് തോന്നിയാൽ പുറത്താക്കുന്ന കാര്യം ഉറപ്പാണ്. ട്രേഡിങ്ങിൽ നിങ്ങൾ ശോഭിക്കുക എന്നുള്ളത് നിങ്ങളുടെ ലാഭം നിങ്ങളുടെ കഴിവനുസരിച്ചിരിക്കും. അപ്പോൾ രണ്ടും ഇല്ലാത്തൊരവസ്ഥ വരരുത്. ഇനി അതല്ല ട്രേഡിങ്ങിൽ മിടുക്കനാവണമെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്, അങ്ങനെ ചെയ്തോളൂ അപ്പോൾ പറഞ്ഞത്. പക്ഷേ നമ്മൾ ആ പ്രോബബിലിറ്റി മനസ്സിലാക്കണം. കാരണം ആഫ്റ്റർ ഓൾ നമ്മുടെ ഇൻകം വലുത്, അല്ലാണ്ട് നമ്മൾ ട്രേഡർ ആവണോ അതോ ഒരു കമ്പനിയിൽ പ്രൊഫഷണൽ ആവണോ അതൊന്നും നല്ല വിഷയം. നമുക്ക് ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള പൈസ നമുക്ക് ഉണ്ടാക്കാനുള്ള കഴിവുണ്ടാവണം. ഇപ്പം നമുക്ക് വേഗം ഒരു ലോൺ വന്നു കഴിഞ്ഞാൽ നമ്മൾ പേഴ്സണൽ ലോൺ അല്ലെങ്കിൽ വേഗം ഇപ്പം പലയിടങ്ങളിൽ ലോൺ അപ്ലൈ ചെയ്ത് നോക്കുമല്ലോ, അപ്പം നമുക്ക് പറ്റുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ്? ഇതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ചതിക്കുഴികൾ എന്തൊക്കെയാണ്? അല്ല, ചതിക്കുഴികളൊന്നും സത്യം പറഞ്ഞാൽ ചതിക്കുഴി എന്ന് പറഞ്ഞ സാധനമില്ല. ഹിഡൻ ചാർജസ് അല്ല, ഹിഡൻ ചാർജിനേക്കാൾ നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും അറിഞ്ഞിരിക്കുക എന്നുള്ള ഏറ്റവും വലിയ കാര്യം പറഞ്ഞാൽ
അല്ലേ? നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ നമ്മുടെ പൈസയ്ക്ക് അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ എവിടെ നിന്നും പോയി ചാടി ചെയ്യരുതെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞില്ല. അപ്പോൾ എപ്പോഴും ഈ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ബ്ലേഡിന് പലിശ കൊടുക്കണ പോലും ശരിക്കും പറഞ്ഞാൽ അവർ ചെയ്യണ ഇപ്പോൾ ഒരു പുണ്യപ്രവൃത്തിയാണ്. ഞാനിതിന് കാരണം വെച്ചാൽ ആ ടൈമിൽ ആ പൈസ ആവശ്യം വരുമ്പോൾ അവർ കൊടുത്തു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പൈസ കിട്ടി എല്ലാവരും സുഖം അനുഭവിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു ഇയാൾ ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് കൂടാന്ന് പറഞ്ഞു. എന്ത് മര്യാദ? ആള് നിർബന്ധിച്ചിട്ടൊന്നുമില്ല, നമ്മൾ പോയി ചോദിച്ചിട്ടാണ് നമ്മൾ ലോൺ എടുത്തേക്കുന്നത്. ഇത് തന്നെയാണ് ബാങ്കിൻ്റെ അവസ്ഥ പറഞ്ഞാൽ. അപ്പോൾ ബാങ്കുകാർ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡിലൊക്കെ ആണെന്നുണ്ടെങ്കിലും പെർ മന്ത് 2% അല്ലെങ്കിൽ പെർ മന്ത് 3 മാസം എന്നുള്ളത് കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് തന്നേക്കണത്. എന്നിട്ട് അതിൽ നിന്ന് ലോൺ എടുത്തിട്ട് 36% എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ കാര്യം പറഞ്ഞത്. അപ്പം ഒന്നില്ലെങ്കിൽ നമ്മൾ ലോൺ എടുക്കണേക്കാൾ മുന്നേ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ആ വി കംഫർട്ടബിൾ ആ കൈൻഡ് ഓഫ് ഇൻട്രസ്റ്റിൽ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ ഏറ്റവും കുറഞ്ഞ റേറ്റ് എവിടെ കിട്ടും, ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ലോൺ എടുക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ട കാര്യം. ഈ ലോൺ എടുത്തു കഴിയുമ്പോൾ നമുക്ക് EMI അടയ്ക്കാനുള്ള കഴിവ് നമുക്കുണ്ടോ? ഈ EMI വരുന്നത് നമ്മളെ ഇൻകമായിട്ട് റേഷ്യോ നോക്കുമ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാനേജ് ചെയ്യണേക്കാളും കൂടുതലാണോ, അത് കംഫർട്ട് ലെവലിലാണോ? ഒരിക്കലും ഒരു 50% EMI ഇൻകത്തിൻ്റെ വരുത്താതിരിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ EMI മുടക്കണ ഒരു സിറ്റുവേഷൻ വരുന്നത്. കൃത്യമായിട്ടൊരു എമർജൻസി ഫണ്ട് വയ്ക്കുക. പെട്ടെന്ന് വല്ല പൈസ ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ലോൺ എടുക്കാണ്ടിരിക്കാനായിട്ട് നമുക്ക് ഉപകാരപ്പെടുന്നു. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് വയ്ക്കുക. ഞാനിത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. കാരണം ഈ ഫണ്ടമെൻ്റൽസ് പാലിക്കാണ്ട് ചെയ്താലാണ് നമുക്കിതൊരു ചതിക്കുഴിയായിട്ട് തോന്നുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ഒരു ചതിക്കുഴിയല്ല ശരിക്കും പറഞ്ഞാൽ. ഈ സാമ്പത്തിക സാക്ഷരത എന്ന് പറയുന്നത് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. ഇപ്പം നമ്മുടെ ചുറ്റുമുള്ള എത്ര പേർക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണയുണ്ടെന്ന് ചോദിച്ചാൽ പലരും ഇപ്പോൾ നമ്മൾ തന്നെയാണല്ലോ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചോ SIP-നെ കുറിച്ചോ ETF-നെ കുറിച്ചോ സംസാരിച്ച് കഴിഞ്ഞാൽ ആരും അതിനകത്ത് ഇൻട്രസ്റ്റഡ് കാണിക്കുന്ന ആളുകൾ കുറവായിരിക്കും. ഇതെനിക്ക് അറിയില്ല, ഇതെനിക്ക് പഠിക്കാൻ ഇഷ്ടമില്ല എന്ന് പറയുന്ന ആളുകൾ. അപ്പം ഇങ്ങനെ പണം എങ്ങനെ ഉപയോഗിക്കണമെന്നറിയാതെ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് അതിൻ്റെ കുടിശ്ശിക കൂടി വരിക, ചെറിയ ചെറിയ കടങ്ങൾ വന്ന് നമ്മൾ പെട്ടുപോവുക, ഇത് രണ്ടും ഒരുമിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റുന്ന ഏറ്റവും എഫക്റ്റീവായ സ്ട്രാറ്റജി എന്താണ്? അല്ല, സ്ട്രാറ്റജി ഒന്നുമില്ല. നമ്മൾ ഇതിനെപ്പറ്റി കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ എന്ത് പ്രശ്നത്തിൽ പെട്ട് കഴിഞ്ഞാലും നമുക്കറിയണം എത്രമാത്രം പ്രശ്നത്തിൽ നമ്മൾ പെട്ടിരിക്കണം എന്നുള്ളത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കുഴി ചാടിയെന്ന് ചോദിക്കും, അറ്റ്ലീസ്റ്റ് നമുക്കറിയണം കുഴിയുടെ ആഴത്തിന് എന്നുള്ളത്. ഓക്കെ, അത് കൃത്യമായിട്ട് അറിയണം. ഇനി നമ്മൾ കുഴിയിൽ നമ്മൾ ഇനിയും കുഴിച്ചിട്ട് കുഴിയുടെ ആഴം കൂട്ടിയാണ് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇനി എടുക്കുന്ന ഓരോ സ്റ്റെപ്പും കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കണമെന്നുള്ളതിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവും. ചില ടൈമിൽ ഈ കടന്നു പറഞ്ഞാൽ അങ്ങനെ നമ്മൾ കുഴി ചേർന്നിട്ട് പിന്നെയും കുഴിക്കുകയാണെങ്കിൽ കുഴിയുടെ താഴെ കൂടുന്നുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ചാൻസ് ഇനി കൂടുതലാണ്. അതേമാതിരി തന്നെയാണ് കടത്തിൽ ചെന്നിട്ട് ഇനി ചെയ്യണ ഓരോ പ്രവൃത്തികളും ഈ കടം കുറയ്ക്കാനാണോ ചെയ്യണത് അതോ കടം കൂട്ടാനാണോ ചെയ്യണമെന്നുള്ളതിനെ കൃത്യമായിട്ടുള്ള ധാരണ നമുക്ക് ഉണ്ടാക്കിക്കണം. അത് ഓരോ വ്യക്തിയുടെയും പേഴ്സണൽ റെസ്പോൺസിബിലിറ്റിന് ആ പണി അറിയാതെ തന്നെ അത് മനസ്സിലാക്കുന്ന ആൾക്കാരെ കണ്ടെത്തിയിട്ട് പഠിച്ച് ചെയ്യാനാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പം നമുക്കൊരു കാറ് വാങ്ങണം എന്നൊരാഗ്രഹം തോന്നി, അതൊരു EMI-യിൽ വാങ്ങുന്നതാണോ അതോ നമ്മുടെ SIP പോലെയുള്ള രീതിയിൽ പണം ഇൻവെസ്റ്റ് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞ് ഇത് വാങ്ങാനുള്ളൊരു എമൗണ്ട് ആയി കഴിഞ്ഞിട്ട് നമ്മൾ വാങ്ങുന്നതാണോ ഉചിതമായ തീരുമാനം? ഇതെല്ലാം ആഗ്രഹത്തിനനുസരിച്ചിരിക്കും. എനിക്കിപ്പോൾ തന്നെ കാറ് വേണമെങ്കിൽ EMI എടുക്കുക. ഇനി അതല്ല ഒരു 2 വർഷം കഴിയാമെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എത്തിക്കാമെന്നുള്ളൂ. അപ്പം ഇതെല്ലാനും നമ്മുടെ ആഗ്രഹം എത്ര പെട്ടെന്ന് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഈ കാറ് വാങ്ങണത്, വീട് വാങ്ങണത് ഏറ്റവും ബേസിക് കാര്യമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ് ഒരു കപ്പിള് എന്നിട്ട് ഒരു വീട്ടിൽ താമസിക്കണം. ആ ടൈമിൽ അവരുടെ അമ്മയും അച്ഛനായിട്ട് സ്പൗസ് ഭയങ്കര അടിയാണ്. അപ്പോൾ വീട് വയ്ക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ സമയത്ത് ഫസ്റ്റ് ചോയ്സാണ് വീട് വെക്കണോ വീട് വാടകയ്ക്കെടുത്ത് മാറണോ എന്നുള്ളത്. അപ്പോൾ ഇനി ആ വാടകയ്ക്കെടുത്ത് താമസിക്കാനായിട്ട് ഇവർക്ക് താല്പര്യമില്ല, വീട് വെക്കണം എന്നാണ് നിവൃത്തിയെന്നുണ്ടെങ്കിൽ ഓപ്ഷനൊന്നുമില്ല, ചെയ്തേ പറ്റൂ അല്ലേ? അപ്പോൾ അവിടെയും പിന്നെയും ക്വസ്റ്റ്യനാണ് വീട് വെക്കണോ വാടകയ്ക്കെടുത്താൽ പോരെ? ഇനി ഇത് വെക്കാനുള്ള കഴിവുണ്ടോ നമുക്ക്? നമ്മുടെ ഇൻകം അനുസരിച്ചിട്ട് ഇത് മാനേജ് ചെയ്യാൻ പറ്റും. ആ തീരുമാനം ഓരോ വ്യക്തിയുടേതാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കുമ്പോൾ അവനവൻ്റെ ജോലിയുടെ സ്ഥിരതയെ പറ്റി അറിയണം, വേറെ ചിലവുകൾ എന്താണെന്ന് അറിയണം. ഇത് മാനേജ് ചെയ്തിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അത് അപ്രോപ്രിയേറ്റ് തന്നെ ആയിരിക്കും. ഇപ്പോൾ കാർ എടുക്കണത് അങ്ങനെ തന്നെയാണ്. ഞാൻ കാറിനേക്കാളും ചിലപ്പോൾ ഇപ്പോൾ സാധാരണക്കാർക്ക് എപ്പോഴും ആവശ്യമുള്ളത് വീടാണ്. അപ്പോൾ ഇത് എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കുക. ഇപ്പം എൻ്റെ ഇപ്പോഴത്തെ കഴിവനുസരിച്ച് ഇപ്പം എൻ്റെ റിസോഴ്സ് അനുസരിച്ചിട്ട് എനിക്ക് ചെയ്യാവുന്നതാണ്, എൻ്റെ റിക്വയർമെൻ്റ് ഇതാണ്. അപ്പോൾ എൻ്റെ ഈ ആഗ്രഹവും എൻ്റെ കഴിവും തമ്മിൽ മാച്ച് ആവുന്നുണ്ടോ? ചില ടൈമിലൊക്കെ നമ്മളിത് ചെയ്യണം. ഇപ്പം എന്നോട് ഫാദർ പറയുന്നു കുറച്ച് കടമൊക്കെ എടുക്കുക, അങ്ങനെയാകുമ്പോൾ നമുക്ക് പണിയെടുക്കാനൊക്കെ കുറച്ചുകൂടി താല്പര്യം തോന്നും. അപ്പോൾ ഞാൻ പണ്ടൊട്ടും ഇങ്ങനെ കടമൊന്നും കൊടുക്കില്ലായിരുന്നു. അപ്പോൾ അച്ഛനെപ്പോഴും പറയുന്നത് നീ കുറച്ച് ബാധ്യതയൊക്കെ ഉണ്ടാക്കിയോ, ദെൻ
കുറച്ചും കൂടി ലൈഫിൽ രക്ഷപ്പെടാനൊക്കെ തോന്നുന്നു. സാറിനെ പോലെ അച്ചടക്കം ഉള്ളവരെ സംബന്ധിച്ച് അത് നല്ലൊരു കാര്യം. ഇപ്പൊ സാമ്പത്തിക അച്ചടക്കം ഇല്ലാത്ത ഒരാള് ഇപ്പൊ ലോൺ എടുക്കാം, ലോണൊന്നും മോശമല്ല എന്ന് കേട്ട് കഴിഞ്ഞ് ലോൺ എടുത്ത് കൂട്ടിപ്പോയി കഴിഞ്ഞാൽ അവർ പെട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവത്തില്ലേ? അതെ, അതാണ് പറഞ്ഞത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ചെയ്യാന്നേ ഉള്ളൂ ഈ പറഞ്ഞ ഒരു കാര്യം. ഇപ്പം ഞാനിപ്പോഴും ഇപ്പോൾ നമ്മൾ പെൻഡാഡിലൊക്കെ പലരും ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ വരുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്, അവർക്ക് എന്താണ് ഒരു കൃത്യമായിട്ടുള്ള നെറ്റ്വർത്ത് എന്താണെന്ന് അറിയാൻ പറ്റില്ലായിരിക്കും. അപ്പോൾ ശരിക്കും ഞങ്ങൾ കാണുമ്പോൾ ചില ആൾക്കാരുടെയൊക്കെ ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമൊക്കെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ നമ്മുടെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് എ നെഗ്ലിജിബിൾ. ചിലതൊക്കെ മൈനസാണ് ഇപ്പോഴും. കാരണം വെച്ചാൽ മാർക്കറ്റ് റിട്ടേൺ തന്നിട്ടില്ല. എസ്പെഷ്യലി പലരും സ്മോൾ ക്യാപ്പിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ മൈനസ് റിട്ടേൺ ആണ്. പക്ഷേ നമ്മൾ എൻ്റെ ജേണി നോക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ട വെച്ചാൽ അവർക്കൊരു ഇൻകം ഉണ്ടായിരുന്നു, അവർക്ക് ഒരു ചിലവുണ്ടായിരുന്നു, അവർക്ക് കുറേ EMI കടങ്ങളുണ്ടായിരുന്നു, പിന്നെ അവർ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ കടങ്ങൾ ഞങ്ങൾ കുറേ തീർത്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. അപ്പോൾ അവർ കുറച്ചും കൂടി മനസ്സമാനായി ഈ പറഞ്ഞ സാധനം. അപ്പോൾ കടം ഒരു കൺട്രോളിലെത്തി, ഇൻവെസ്റ്റ്മെൻറ്റ് പതുക്കെ പോകുന്നു. ഇനി നമ്മളുടെ ഒരു പ്ലാൻ അനുസരിച്ച് കടം മൊത്തം തീർക്കും, എന്നിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകും. അപ്പം പേഴ്സണലി അവരുടെ ഫിനാൻസ് നോക്കണമെങ്കിൽ ഇറ്റ്സ് എ ബെറ്റർ സിറ്റുവേഷൻ ഈ പറഞ്ഞത്. അപ്പോൾ ഇതിലും ഒരു സയൻസ് ഉണ്ട്. തോന്നിയ പോലെ ഇൻവെസ്റ്റ് ചെയ്യണമല്ല. ഇപ്പോൾ ഏതാണ് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനറിയില്ല. ഓക്കെ, ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ ഏറ്റവും ബെസ്റ്റ് ആൺകുട്ടി പെൺകുട്ടി ഏതാണ് കല്യാണം കഴിക്കാന്ന് വെച്ചാൽ വല്ല ആൻസർ ഉണ്ടോ? ഈ നാട്ടിലെല്ലാവരും നല്ലവരല്ലേ? അങ്ങനെ അത് തന്നെ കാര്യം. അല്ല, ആളുകൾ ഇങ്ങനെ സാറിൻ്റെ അടുത്തൊരു സജഷൻ ചോദിക്കില്ലേ, ഏതിലാണ് ഇപ്പം ഗോൾഡ് വാങ്ങി വെക്കുന്നതാണോ? ഗോൾഡ് ഇടിയില്ല എന്ന് പറയുന്നവരുണ്ട്, ഗോൾഡ് ഇടിയും എന്ന് പറയുന്നവരുണ്ട്. അല്ല, അവർ പറഞ്ഞെങ്കിൽ അവരെ തീരുമാനം എടുത്തോളൂ. എനിക്ക് ഗോൾഡ് ഇടിയോ ഇല്ലയോ എന്ന് പറയാൻ എനിക്കറിയില്ല. ഓക്കെ, അപ്പം സാറിൻ്റെ അടുത്ത് അങ്ങനെ ഒരു സജഷൻ അല്ല ഒരു അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നതാണ് നല്ലതെന്ന് പറയാൻ പറ്റില്ല? ശരിക്കും പറ്റില്ല. ഒറ്റയടിക്ക് പറഞ്ഞു ചില ടൈമിലൊക്കെ നമ്മൾ കുത്തി ചോദിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും. അത് സത്യം പറഞ്ഞാൽ ആ ചോദ്യത്തിൻ്റെ പ്രഷർ കാരണം പറഞ്ഞു പോണതാ. അല്ലാതെ അതിൽ ഇപ്പോൾ ചില ടൈം സ്പോട്ടിലേക്ക് ഇരുത്തിട്ട് എല്ലാവരും ചോദിക്കും ഗോൾഡ് എങ്ങനെയാണെന്ന് ചോദിക്കും. അപ്പോൾ എന്നൊക്കെ പറയും. ഓക്കെ, അത് ദേ ആർ നോട്ട് മൈ കസ്റ്റമർ ഓൾസോ, റൈറ്റ്? അപ്പോൾ എനിക്കെന്തും പറയാം. പൊതുവെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ എന്തും അല്ല. ഞാൻ തോന്നിയ ദിവസം പറയണമെന്നല്ല പറഞ്ഞത്. സോ ദ പോയിന്റ് ഈസ് ദാറ്റ് യു കാൻ ടെൽ ദാറ്റ് ആൻസർ. പിന്നെ അവർ പറയുന്നത് എൻ്റെ അടുത്ത് ഇത്ര പൈസ ഉണ്ട്, എനിക്കിതൊക്കെയാണ് ആവശ്യങ്ങൾ, ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയാൻ പറ്റും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ വരുന്ന ഒരു സെറ്റ് ഓഫ് കസ്റ്റമേഴ്സിനെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ പോർട്ട്ഫോളിയോ ഓൾറെഡി ഉണ്ട്, ഇൻവെസ്റ്റ് ചെയ്തവരൊക്കെ. അപ്പോൾ അവരുടെ വിഷയം പറഞ്ഞാൽ കുറേ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ചിലപ്പോൾ മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ ചിലവർക്ക് ഒരു 10-70 ഫോളിയോ ഉണ്ടാവും, സ്റ്റോക്കാണെങ്കിൽ അടുത്തൊരു 70 ഉണ്ടാവും. ഇവിടെ എത്തി സ്റ്റക്കായി, ഇനി എന്ത് ചെയ്യണമെന്ന് ഒരു സംശയം. എൻ്റെ ഇപ്പോൾ പോർട്ട്ഫോളിയോ അത്യാവശ്യം വലുതായി, ഇനി എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടായിരിക്കും നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പോൾ അവിടെ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ആ വ്യക്തിയുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിയണം. അത് മനസ്സിലാക്കിയിട്ട് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് മതിയോ, ഇതിനെന്തെങ്കിലും കട്ട് ചെയ്യണോ, എന്നിട്ട് വേണം ഒരു ഡിസിഷൻ എടുക്കാനായിട്ട്. അപ്പോൾ അതെപ്പോഴും ആ ഇൻഡിവിജ്വലിൻ്റെ റിക്വയർമെൻറ്റ് മനസ്സിലാക്കാനായിട്ടുള്ളൊരു സമയം എടുക്കണം. അപ്പോൾ ചിലപ്പോൾ ഒരു 10 മിനിറ്റ് ഒരു അരമണിക്കൂർ ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്യണം. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇത് വെച്ചിട്ടൊരു ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് കൃത്യമായിട്ട് നമുക്കിത് മാനേജ് ചെയ്യാം. ഓൾവേസ് യു നീഡ് ടു ഹാവ് എ കോൺവെർസേഷൻ. അല്ലാതെ നമ്മുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾ വേറെ. ഇപ്പോൾ എനിക്ക് ഇപ്പോഴത്തൊരു ചാറ്റ് GPT നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, എന്നിട്ട് ചോദിക്കുക ഈ പോർട്ട്ഫോളിയോ നല്ലതാണോ, ഏത് വിൽക്കണം, ഏത് സെല് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാറ്റ് GPT കൃത്യമായിട്ട് പറഞ്ഞു തരും. കൃത്യമായിട്ട് പറഞ്ഞു തരും. പക്ഷേ അതാണോ ശരിക്കുള്ള ആൻസർ? കാരണം ചാറ്റ് GPTക്ക് നമുക്ക് ഇമോഷനേക്കാൾ ഒരു കംപ്ലീറ്റ് ആൻസർ അറിയോ? നമ്മുടെ കുട്ടിക്ക് വിദ്യാഭ്യാസം എത്ര വേണം, റിട്ടയർമെൻറ്റ് എത്ര വേണം, എനിക്ക് ഇപ്പോഴേ പൈസയുടെ ആവശ്യമുണ്ടോ, എനിക്ക് കടമുണ്ടോ, ഇനി ഇതെല്ലാം കൊടുക്കാമെന്ന് വിചാരിക്കും. എല്ലാം കൊടുത്തു കഴിഞ്ഞാലും ഈസ് ഇറ്റ് റിയലി അലൈറ്റ്? അപ്പോൾ ഇനി വേറൊന്നുമല്ല, ഇപ്പോൾ ഒരു പോർട്ട്ഫോളിയോ തന്നു വിചാരിക്കും. ഇത് തന്നെ നിങ്ങൾ സെയിം പോർട്ട്ഫോളിയോ ഒരു 6 മാസം ഇൻവെസ്റ്റ് ചെയ്യും, എന്നിട്ട് 6 മാസം കഴിഞ്ഞ് പിന്നെയും ചാറ്റ് GPT കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴും വേറെ സജഷൻ പറയും. അപ്പോൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കഥയെ തെറ്റിപ്പോവും. അതുപോലെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് നോ കോസ്റ്റ് EMI എന്ന് പറയുന്നത്. അത് നമുക്കാണോ, ഒരു ഉപഭോക്താവിനാണോ ലാഭം, അതോ കടക്കാർക്കാണോ ലാഭം? ഈ നോ കോസ്റ്റ് EMI എന്നത് ഒരു സത്യമുണ്ടോ? അല്ല, സത്യമൊക്കെ തന്നെയാണ് നോ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ ആ തരുന്ന ആൾക്കാർക്ക് അറിയാം ഇത് ഇവരും ഇത്ര പേര് കൊടുത്തു ഞാൻ പകുതി പേര് മുടക്കുന്നുള്ളത്. ഇതാണ്. അപ്പം നമ്മൾ ആ പകുതി പേരിൽ പെടും എന്നുള്ളതാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ. ഇത് ചെയ്യണതൊക്കെ കറക്റ്റ് തന്നെയാണ്, അതിലൊരു തെറ്റില്ല. പക്ഷെ നമ്മുടെ സ്പെൻഡിങ് ഹാബിറ്റ് കൂട്ടല്ലേ. അപ്പോൾ ഇത് വരുമ്പോൾ ആ ട്രാപ്പിൽ നമ്മൾ പെടുമെന്നുള്ളത്. ഇപ്പോൾ 1 ലക്ഷം രൂപയുടെ ഫോണ് എനിക്കിപ്പോൾ വാങ്ങണ്ട, പക്ഷേ ഇതിനോ EMI അതിൻ്റെ പേരിൽ ഞാൻ വാങ്ങാമെന്ന് പറഞ്ഞു.
അപ്പോൾ എനിക്ക് 10 ഇൻസ്റ്റാൾമെൻ്റ് ആണെങ്കിൽ 10,000 വെച്ച് അടച്ചാൽ മതി. ഇത് നോ കോസ്റ്റ് തന്നെയാണ്, ഒരു ഡൗട്ടും ഇല്ല. പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പോൾ സാലറി ഉള്ളത് 50,000 രൂപയാണ്. അതിൽ നിന്ന് ഞാൻ അടുത്ത മാസം തൊട്ട് ഞാൻ 1 ലക്ഷം രൂപ ഫോൺ വാങ്ങിയിട്ട് 10,000 രൂപ എൻ്റെ സാലറി കട്ടായി, 20% പോയി. നിങ്ങളുടെ എംപ്ലോയർ എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്, അതിൻ്റെ പേരിൽ ഞാനൊരു 20% സാലറി കട്ട് ചെയ്തിട്ട് വെച്ചാൽ ആരെങ്കിലും സമ്മതിക്കും? പക്ഷേ ഇത് നിങ്ങൾ ആ കടയിൽ പോയിട്ട് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഫോണിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. എനിക്കറിഞ്ഞൂടെ, ഉണ്ടെങ്കിൽ നല്ലത്. അത് വെച്ചിട്ട് നിങ്ങൾ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് അതിൽ നിന്ന് വല്ല വരുമാനം ഉണ്ടാക്കാൻ പോകുന്നുണ്ടോ? ഇല്ലാന്നുണ്ടെങ്കിൽ ഇസ് ഇറ്റ് റിയലി ക്രേവിങ് ഓർ ഇത് ആ ടൈമിൽ അടുത്ത മാസം തൊട്ട് നിങ്ങളുടെ 20% സാലറി കട്ടായില്ലേ? ഞാൻ ഈ പറഞ്ഞത് ഒട്ടും സെൻസ് അല്ല ഒരു സ്പെൻഡിങ് ഹാബിറ്റ് ഉള്ളവർക്ക്. പക്ഷേ ആ 10,000 രൂപ പോകുമ്പോൾ ഒരു ഇത്തിരി ഒരു ലൈഫ് സ്റ്റൈലിനൊരു പ്രഷർ വരും. എന്തിനാണ് അൺനെസറി പ്രഷർ എടുക്കുന്നത്? ഏതൊരു തിങ്സ് വാങ്ങുന്നതിന് മുന്നും നമുക്കിത് വളരെ പ്രധാനപ്പെട്ടതാണ്, നമ്മുടെ ജീവിതത്തിന് ഇത് എത്രത്തോളം ഉപകാരപ്പെട്ടതാണെന്ന് തിങ്ക് ചെയ്തതിന് ശേഷം നമ്മൾ തിങ്ക് ചെയ്യുന്നത്. അപ്പോൾ അതാണെങ്കിൽ നല്ലതാണ്. ആ പൈസ ചിലവാക്കിയിട്ട് ഇഫ് യു ആർ മേക്കിംഗ് സം ബെനിഫിറ്റ് ഔട്ട് ഓഫ് ഇറ്റ്സ് ബ്രില്യൻറ്റ്. അല്ലെങ്കിൽ ഇത് ചിലവിന് വേണ്ടി ഇത് ആ അസെറ്റ് വാങ്ങണത് ഇസ് ഇറ്റ് ബാഡ് ലോൺ ഓർ ഗുഡ് ലോൺ? ബാഡ് ലോൺ എന്ന് വെച്ചാൽ ഡിപ്രീസിയേഷനാണ് സംഭവിക്കുന്നത്, അപ്രീസിയേഷനാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ് 1 ലക്ഷം രൂപ ഒരു കോഴ്സ് പഠിക്കണം, ആ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഗോ ഫോർ ഇറ്റ്. 50,000 എന്നുള്ള ശമ്പളം 1 ലക്ഷം ആവുകയാണെന്നുണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്. ഞാൻ പൈസ കൊണ്ട് മാത്രമല്ല, ഇനി പറഞ്ഞു വീട്ടിലൊരു നല്ലൊരു സോഫ വാങ്ങണം, ചെയർ വാങ്ങണം, അല്ലെങ്കിൽ ഒരു ബെഡ് വാങ്ങണം, അത് വെച്ചിട്ട് നന്നായിട്ട് സ്ലീപ്പ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ, അത് വെച്ചിട്ട് നിങ്ങളുടെ ഹെൽത്ത് നന്നാവണമെങ്കിൽ ഗോ ഫോർ ഇറ്റ്. നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ വേണ്ടി ലോൺ എടുക്കാൻ വേണ്ടി ഗ്യാരണ്ടി നിൽക്കുന്ന ഒരു പരിപാടി. ഇത് നമുക്ക് മുൻപോട്ടുള്ള ജീവിതത്തിൽ എപ്പോഴെങ്കിലും ലോൺ എടുക്കുമ്പോൾ നമ്മളെ മോശമായിട്ട് ബാധിക്കാൻ ലോൺ അടച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സിബിൽ സ്കോർ മോശമാവും. നമ്മളപ്പം അത്തരമൊരു നമ്മൾ അടയ്ക്കേണ്ടി വരും. എന്തിനാ അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇതൊക്കെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തേ പറ്റൂ, ഗ്യാരണ്ടി ആയിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു ഒരാൾക്ക് ഭയങ്കര അത്യാവശ്യമാണ്, ആൻഡ് യു സി യുവർ ഫാമിലി ആൻഡ് യു ഗോ ടു ഡു ഇറ്റ്. അത് ചെയ്യാൻ നിവൃത്തിയൊന്നുമില്ല. പക്ഷേ നമ്മൾ യാതൊരുവിധ നിങ്ങൾക്കും അറിയാം ഇയാളുടെ ഹാബിറ്റ്. ഞാൻ ഇപ്പോൾ അടുത്തൊരു ഒരു ബാങ്ക് എംപ്ലോയിനെ കണ്ട ടൈമിലാണ്. അപ്പോൾ അവരുടെ കാര്യം പറഞ്ഞാൽ അവരുടെ ബാങ്കിൽ ഒരാളുണ്ട്, ആൾ എല്ലാവരുടെയും ഭയങ്കര സ്നേഹമാണ്, വീട്ടിൽ എന്താ ആവശ്യം ഉണ്ടെങ്കിലും ഓടി വരും, എല്ലാവരുമാണ്. അപ്പോൾ ഇയാളുടെ കാര്യം പറഞ്ഞാൽ ഇയാൾ ലോൺ എടുക്കണ എല്ലാം ഇവരെല്ലാവരുടെയും സാലറി സർട്ടിഫിക്കറ്റാണ്. കാരണം ഇയാൾ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് നോ പറയാൻ പറ്റില്ല. കാരണം ഇയാൾ അത്ര നല്ല മനുഷ്യനാണ്, കാരണം എല്ലാവരുടെ വീട്ടിലും ഇയാളുണ്ട്, ഇതാണ്. അപ്പോൾ പക്ഷേ ഇയാൾ ലോൺ എടുത്തിട്ട് മിക്ക ലോണും ഇയാൾ അടയ്ക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഇവരുടെ നിന്ന് സാലറി കട്ടാവുന്ന ഒരു സിറ്റുവേഷൻ വേണം. അപ്പോൾ ഇവർ പറഞ്ഞു വെച്ചാൽ ഇയാൾ ഇത്ര നന്നായിട്ട് നിൽക്കുന്നതിൻ്റെ വേണ്ടി ഇയാളോട് ചോദിക്കാനും പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചൊരു ചോദ്യമാണ്, ഇയാൾ ഇത്ര സ്നേഹം കാണിക്കുന്നത് അഭിനയമാണോ അതോ അവർ അല്ലല്ല അത്ര സ്നേഹമാണ് എൻ്റെ സഹോദരനെ പോലെയാണ്. അങ്ങനെ സഹോദരന് വേണ്ടി ലോൺ എടുത്തോളാൻ പറഞ്ഞു. സാമ്പത്തിക അച്ചടക്കം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തി ചെയ്യേണ്ട ഒരു 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? സാമ്പത്തിക അച്ചടക്കമായിട്ട് ഇത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കത് ഇതൊന്നൊരു വലിയ ഇതൊന്നല്ല. എനിക്കൊന്ന് ഈ അമ്മൂമ്മമാരൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ കിട്ടണേക്കാളും കുറച്ച് ജീവിക്കാൻ പഠിക്കുക. പിന്നെ എന്ത് വാങ്ങണേക്കാളും മുന്നും ഇസ് ഇറ്റ് റിയലി നെസസറി, ഇറ്റ്സ് ഇറ്റ് റിയലി നീഡ് എന്ന് നോക്കിയിട്ട് ചെയ്യാം. ആൻഡ് യു നീഡ് ടു ഹാവ് അടിച്ചുപൊളി അല്ലെങ്കിൽ പ്ലഷർ വേണം. അതിനുള്ള ആ ബഡ്ജറ്റിലാണെന്ന് ചെയ്യണേ നോക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലൈഫും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാവും.